മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകത മൂലം റോഡ് അപകടാവസ്ഥയിലായി. പരപ്പ് പാറമടയ്ക്ക് സമീപമാണ് അപകടാവസ്ഥ ഉടലെടുത്തിരിക്കുന്നത്. മഴക്കാലത്ത് മലയിടിച്ചിട്ടതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. വൺ വേ സംവിധാനത്തിലൂടെയാണ് നിലവിൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഉദ്യോഗസ്ഥരും കരാറുകാരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് തിരിച്ചടിയായതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ചപ്പാത്ത് കട്ടപ്പന മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചിട്ട് 3 വർഷം കഴിയുകയാണ്. റോഡ് നിർമ്മാണം തുടക്കം മുതൽ ഇഴഞ്ഞാണ് നീങ്ങിയത്. വേനൽക്കാലത്ത് ഒട്ടും വേഗതയില്ലാതെയാണ് നിർമ്മാണം നടത്തിയത്. മഴയ്ക്ക് തൊട്ടു മുമ്പായിട്ടാണ് പരപ്പ് പാറമടയ്ക്ക് സമീപം മലയിടിച്ച് റോഡിലിട്ടത്. പാറയും മണ്ണും കിടക്കുന്നതിന് എതിർവശത്തായി വലിയ കൊക്കയാണ്. റോഡിന്റെ കൊക്കയുടെ ഭാഗം ഇടിഞ്ഞുമിരിക്കുകയാണ്. ഇവിടെ ഒരു അപകടമുണ്ടായാൽ ഒരാളെ പോലും രക്ഷപ്പെടുത്താനാകില്ല. 1000-ലധികം അടി താഴ്ചയുള്ള സ്ഥലമാണിത്. സമീപവാസികൾ പ്രാർത്ഥനയോടെയാണ് ഇവിടെ അന്തി ഉറങ്ങുന്നത്. രാത്രിയിലാണ് ഇവിടെ അപകടാവസ്ഥ കൂടുതലായി ഉള്ളത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ പല ഭാഗങ്ങളും റോഡ് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. പരപ്പ് പാറമട ഭാഗത്ത് മലയുടെ സൈഡ് ഇടിഞ്ഞു വന്ന റോഡിന്റെ സൈഡിൽ വരികയും റോഡിന്റെ പെരിയാർ സൈഡ് തിട്ട ഇടിഞ്ഞിരിക്കുകയാണ്. രാത്രികാലങ്ങളിലൊക്കെ ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്ത് പെരിയാർ സൈഡിലെ തിട്ട ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ അപകടാവസ്ഥയിലാവും. ഏകദേശം 100 അടിയോളം താഴ്ചയുള്ള ഭാഗത്തേക്ക് വാഹനാപകടം ഉണ്ടാവും. റോഡ് നിർമ്മാണത്തിൽ അധികാരികളുടെ അശ്രദ്ധയും കെടുകാര്യസ്ഥതയും ഈ മഴ തീവ്രമായ സമയത്ത് നിർമ്മാണം നടത്തിയതിൻ്റെ പേരിലുള്ള അപകടാവസ്ഥയാണിത്. മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകത പൂഴ്ത്തിവെക്കാൻ കിഫ്ബി ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരുമായി ധാരണയിലാണ്. ഇതാണ് ഇവിടെ തിരിച്ചടിയായത്. ഏതു സമയവും റോഡിൽ അപകടം ഉണ്ടാകാമെന്ന അവസ്ഥയിലാണ്. പണം നൽകാത്തതിന്റെ പേരിൽ ഉപകരാറുകാർ ആരും തന്നെ നിലവിൽ നിർമ്മാണത്തിനില്ല. കരാറുകാർ നേരിട്ട് നിർമ്മിക്കുന്ന റോഡിൽ വലിയ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത്. പാറമടയ്ക്ക് സമീപമുള്ളത് മണ്ണിടിയുന്ന പ്രദേശമാണ്. ഇവിടെ മഴയത്ത് മണ്ണ് നീക്കം ചെയ്തതിനാൽ വാഹനങ്ങൾ തെന്നിമാറാനും ഇടയുണ്ട്. അടിയന്തരമായി റോഡിൽ കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.